എന്താണ് ജീവചരിത്രക്കുറിപ്പ്? ഒരാളുടെ ജീവിതകഥ മറ്റൊരാൾ എഴുതുന്നതാണ് ജീവചരിത്രക്കുറിപ്പ്. നിങ്ങളുടെ കൂട്ടുകാരുടെ കഥ നിങ്ങൾ എഴുതുന്നതോ കൂട്ടുകാർ നിങ്ങളുടെ കഥ എഴുതുന്നതോ ഒക്കെ ജീവചരിത്രക്കുറിപ്പാണ്. അത് പുസ്തകരൂപത്തിലോ ഉപന്യാസ രൂപത്തിലോ പ്രസിദ്ധീകരിക്കുകയോ ചലച്ചിത്ര രൂപത്തിൽ നിർമ്മിക്കുകയോ ചെയ്യാം. ലഘുജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചോദ്യത്തിൽ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തികൾ, ജനിച്ച വർഷം, സ്ഥലം, പഠനം, ജോലി, ഇവരുടെ സംഭാവനകൾ, കൃതികൾ, നേട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വേണം ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ. സൂചനകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും നമുക്കറിയാമെങ്കിൽ അതും ജീവചരിത്രത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മാതൃകാചോദ്യം. സൂചനകളുടെ അടിസ്ഥാനത്തിൽ ജീവചരിത്രം തയ്യാറാക്കുന്ന സമയത്ത് ഏതൊരാളെക്കുറിച്ചാണോ ജീവചരിത്രം തയ്യാറാക്കുന്നത് അയാളുടെ പേര് ഹെഡിങ് ആയിട്ട് വലുതായിട്ട് നൽകണം. ഈ ചോദ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. പാരഗ്രാഫ് തിരിച്ചാണ് ഉത്തരം എഴുതേണ്ടത്. അതിനാൽ 2 or 3 പാരഗ്രാഫായി ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കണം. ഉത്തരത്തിൻ്റെ മാതൃകാരൂപം. പ്രസിദ്ധനായ മലയാള കഥാകൃത്തും നോവലിസ്റ്റുമായ വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ 1908 ജനിച്ചു. വെള്ളക്കാരെ ഭാരതത്തിൽ നിന്ന് തുരത്തുക എന്ന ആഹ്വാനം തലയോലപ്പറമ്പിൽ മാറ്റൊലി കൊണ്ടപ്പോൾ സ്കൂളിലെ പഠനം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നും ഒളിച്ചോടി സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു. ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കാളിയായി. ജയിൽവാസമനുഭവിച്ചു. മനുഷ്യസ്നേഹത്തിൻ്റെ നിറദീപങ്ങളാണ് ബഷീർ കൃതികൾ. 1943 രചിച്ച പ്രേമലേഖനം മുതൽ 1992 എഴുതിയ ചെവിയോർക്കുക അന്തിമകാഹളം വരെ 32 കൃതികൾ ബഷീറിൻ്റേതായിട്ടുണ്ട്. ബാല്യകാലസഖി, ജന്മദിനം, പാത്തുമ്മയുടെ ആട്, ഭാർഗവീനിലയം, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, മതിലുകൾ, വിശപ്പ്, എന്റുപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു തുടങ്ങിയ എല്ലാ കൃതികളും മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, മലായി, ചൈനീസ്, ജപ്പാനീസ് ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1982 ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം പുരസ്കാരങ്ങളും. 1994 ജൂലൈ 5 അദ്ദേഹം നിര്യാതനായി.